गुड मॉर्निंग स्टूडेंट्स। तो हम सखी वे मुझसे कहकर जाते कि अंतिम दो पंक्तियाँ देखेंगे। किसने लिखा था? हमारा राष्ट्र कवि मैथिली शरण गुप्त जी ने लिखा है ये कविता। ये किस कविता संग्रह से लिया गया है? यशोधरा काव्य संग्रह से लिया गया है। तो पंक्ति ऐसे हैं, दो हमने ये तो पहले ही पढ़ चुके हैं। सखी वे मुझसे कहकर जाते, कह तो क्या मुझको वे अपनी पद बाधा ही पाते। मुझको बहुत उन्होंने माना, फिर भी क्या पूरा पहचाना। मैंने मुख्य उसी को जाना, जो वे मन में लाते। सखी वे मुझसे कहकर जाते, सखी वे मुझसे कहकर जाते, कह तो क्या मुझको वे अपनी पद बाधा ही पाते। मुझको बहुत उन्होंने माना, फिर भी क्या पूरा पहचाना। मैंने मुख्य उसी को जाना, जो वे मन में लाते। सखी वे मुझसे कहकर जाते। स्वयं सुसज्जित करके क्षण में, प्रियतम को प्राणों के पण में। हमी बेच देती है रण में, शास्त्र धर्म के नाते। सखी वे मुझसे कहकर जाते। स्वयं सुसज्जित करके क्षण में, प्रियतम को प्राणों के पण में। हमी बेच देती है रण में, शास्त्र धर्म के नाते। सखी वे मुझसे कहकर जाते। हुआ ना वह भी भाग्य अभागा, किसी पर विफल गर्व अब जागा। जिसने अपनाया था त्यागा, रहे स्मरण ही आते। सखी वे मुझसे कहकर जाते। हुआ न वह भी भाग्य अभागा, किस पर विफल गर्व अब जागा। जिसने अपनाया था त्यागा, रहे स्मरण ही आते। सखी वे मुझसे कहकर जाते। नयन उन्हें है निष्ठुर कहते, पर इनसे जो आंसू बहते। सधे हृदय वे कैसे सहते, गए तरस ही काते। सखी वे मुझसे कहकर जाते। तो इतना हमने पिछले क्लास में लिया था, तो आगे हम देखेंगे, ठीक है। जाए सिद्धि पावे वे सुख से, दुखी न हो इस जन के दुख से। उपालंब दूं मैं किस मुख से, आज अधिक वे भाते। सखी वे मुझसे कहकर जाते। जाए सिद्धि पावे वे सुख से, तो वह कह रही है कि वो सिद्धार्थ जाएं और अपने किस लिए गया है? वो सिद्धि प्राप्त करने के लिए गया है, ज्ञान प्राप्त करने के लिए गया है। जाए और उनका काम सफल हो, जो उनके मन में है वो सब सफल हो, और उसी के कारण से उन्हें सुख मिलेगा। माने जाने दो, और वह अपने सारे अपने सारे सपना को पूरा करके वह वापस आए। जाए പോയിക്കോട്ടെ, സിദ്ധി പാവേ, എന്നിട്ട് എല്ലാം എന്തിനാണോ പോയെ അതൊക്കെ കാര്യം നേടിക്കോട്ടെ. വേ സുഖ് സേ, എല്ലാം നല്ല രീതിയിൽ നടന്നു പോട്ടെ. ദുഃഖി ന ഹോ ഇസ് ജൻ കെ ദുഃഖ് സേ, ദുഃഖിനെ ഒരിക്കലും സങ്കടം മനസ്സിൽ തോന്നരുതേ ഭഗവാനെ. അതും എന്നെ ഓർത്ത് ഒരു സങ്കടവും അങ്ങേർക്ക് വരരുതേ എന്ന് പറയാണ്. ദുഃഖി ന ഹോ ഇസ് ജൻ കെ ദുഃഖ് സേ, കभी भी ദുഃഖി ന ഹോ മേരെ ബാരെ മേ സോച്ചത്തെ ഹുए. ഒരിക്കലും എന്നെ പറ്റി ആലോചിച്ചിട്ട് അങ്ങേർക്ക് ദുഃഖം ഉണ്ടാവരുതേ. ഓക്കെ, നമ്മൾ സ്വയം തന്നെ സമാധാനിക്കുകയാണ്. ഓക്കെ, പോയിക്കോട്ടെ, എന്നാലും എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാമായിരുന്നു. എല്ലാം എന്താണോ അങ്ങയുടെ മനസ്സിലുള്ളത് അതെല്ലാം നേടിക്കോട്ടെ. സിദ്ധി പാവേ വേ സുഖ് സേ, ദുഃഖി ന ഹോ. ഒരിക്കലും സങ്കടപ്പെടരുത്, ഒരു കാര്യവും ആലോചിച്ചിട്ട് സങ്കടപ്പെടാൻ പാടില്ല. ഇസ് ജൻ കെ ദുഃഖ് സേ उपालंब धू मैं किस मुग से, आज अधिक वे भाते. उपालंब धू मैं किस मुख से. उपालम ने मैं कभी भी
अपने मुंह से गाली या शाप नहीं करूँगी. ഞാൻ ഒരിക്കലും ശപിക്കൂല, അല്ലെ ഞാൻ ഒരിക്കലും എൻ്റെ നാവിനെ കൊണ്ട് എന്താ കുറ്റം പറയില്ല. ഈ ഈ യ മുഹ്കസെ എന്ന് വെച്ചാൽ ഈ വായിനെ കൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങേ കുറ്റപ്പെടുത്തില്ല എന്ന് പറയാണ്. ആജ് അധിക് വേ ഭാത്തേ, ആജ് അധിക് വേ ഭാത്തേ. ഇപ്പം എന്താ ഈ ഒരു ടൈമിൽ വോ അധിക് വേ ഭാത്തേ, ആജ് അഗർ വോ ഹോത്താ ബി തോ नहीं होता भी तो मैं कभी भी उनके बारे में ഉള്ള സമയത്തും അങ്ങേറുള്ള സമയത്തും ഞാൻ കുറ്റപ്പെടുത്താറില്ല. ഇപ്പോൾ ഇല്ലാത്ത സമയത്ത് തീർച്ചയായും ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയും ഇല്ല എന്ന് പറയാണ്. സഖി വേ മുത്സെ കഹ്കർ ജാത്തേ. ഇത്രേ സങ്കടമുള്ളൂ, ഒരു സങ്കടം മാത്രമേ ഉള്ളൂ മനസ്സിൽ. എന്ത് സഖി വ മുസ്സെ കഹ്കർ ജാത്തേ. ഇത് മനസ്സിലായോ? ജായേ പൊയ്ക്കോളൂ, സിദ്ധി പാവേ എല്ലാ സിദ്ധിയും, എന്തിനാണോ പോയത്, എന്നെ ഉപേക്ഷിച്ചിട്ട് എന്തിനാണോ പോയത് അതൊക്കെ കിട്ടട്ടെ. വേ സുഖസേ, അതും എല്ലാവിധ ഒരു തടസ്സവും ഇല്ലാണ്ട് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ദുഃഖീന ഹോ, ഒരിക്കലും സങ്കടപ്പെടരുത്. അതും എന്നെ പറ്റി ആലോചിച്ച് പ്രത്യേകിച്ച് സങ്കടപ്പെടരുത്. ഞാൻ ഒരിക്കലും എന്നെ ഉപേക്ഷിച്ചു പോയത് കൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങേ കുറ്റപ്പെടുത്തില്ല. എൻ്റെ ഈ മുഖം കൊണ്ട് അല്ലെങ്കിൽ വായു കൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങേ കുറ്റപ്പെടുത്തില്ല. എന്നും കുറ്റപ്പെടുത്തിയില്ലായിരുന്നു. ഉണ്ടായ സമയത്തും എനിക്ക് അത് വേണം ഇത് വേണം അല്ലെങ്കിൽ ഒരു പരിഭവവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും സഖി എന്നോടൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു എന്ന് പറയാണ്. ഗേ ലൗട്ട് भी वे आवेंगे. गए हैं, वो गए हैं अपनी सिद्धि प्राप्त करने के लिए गए हैं. ലൗട്ട് ബി വേ ആവേങ്കെ, എന്തായാലും തിരിച്ചു വരികയും ചെയ്യും. കുച്ച് അപൂർണ അനുപം ആവേങ്കെ, രാത്തേ പ്രാൺ ഉനെ പാവേങ്കെ, കർ ക്യാ ഗാത്തെ ഗാത്തെ സഖി വേ മുസ്സെ കഹ്കർ ജാത്തെ. ഗേ ലൗട്ട് ബി വേ ആയെങ്കെ, പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും തിരിച്ചു വരൂ. മനസ്സിൽ ഉറപ്പിച്ചതാണ്. എന്തായാലും പോയിട്ടുണ്ടെങ്കിൽ എന്നെ തേടി, എൻ്റെ മോനെ തേടി, മോൻ്റെ പേരെന്തായിരുന്നു? രാഹുൽ. രാഹുലിനെ തേടി എന്തായാലും തിരിച്ച് വരും. കുച്ച് അപൂർവ അനുപം ലാവേ, എന്താ അപൂർവമായിട്ട് ആർക്കും കിട്ടാത്ത കുറേ സിദ്ധികളും ജ്ഞാനങ്ങളും എന്താ എല്ലാം വിചാരിച്ച എല്ലാം കിട്ടിയിട്ടാണ് തിരിച്ചു വരിക. രാത്തേ പ്രാൺ ഹുനെ പാവേ, എൻ്റെ പ്രാണൻ തുടിക്കുകയാണ് ആ ഒരു നേരത്തേക്ക്. രാത്തേ പ്രാൺ ഹുനെ പാവേ, എൻ്റെ മനസ്സ് തുടിക്കുകയാണ് ആ ഒരു നിമിഷത്തേക്ക്, എൻ്റെ പ്രാണൻ തുടിക്കുകയാണ്. पर क्या गाते गाते और मैं उसे गाते गाते, അല്ലേ സങ്കടത്തോടെ അല്ല, അല്ലെ പരിഭവം പറഞ്ഞുകൊണ്ടല്ല ഞാൻ സ്വീകരിക്കുക. ഞാൻ പാട്ട് പാടി ഉത്സവമാക്കിയിട്ടാണ് ഞാൻ സിദ്ധാർത്ഥിനെ സ്വീകരിക്കുക, പതിനെ സ്വീകരിക്കുക എന്ന് പറയാണ്. ആ ഒരു നിമിഷത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. തിരിച്ചു വരുന്ന ആ ഒരു നിമിഷത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പരിഭവം പറയില്ല. ഓക്കെ, ഞാൻ ഒരിക്കലും പരിഭവം പറയില്ല. ഞാൻ എപ്പോഴും എന്തായിരിക്കും, ഞാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും അതൊരാഘോഷമാക്കി മാറ്റും. സഖി വേ മുസ്സെ കഹ്കർ ജാത്തേ. അപ്പം ഇതുവരെ നമുക്ക് പഠിക്കാനുള്ളൂ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ കുറേ യശോധരയിൽ നമുക്ക് കാണാം, പക്ഷേ നമുക്ക് സിലബസിൽ ഇതുവരെ നമുക്ക് നോക്കാനുള്ളൂ. ओके, तो महात्मा बुद्ध के बारे में और कुछ देखेंगे. उन्होंने अहिंसा का सिद्धांत देते हुए सभी तरह की जीव हिंसा को गलत बताया है. बुद्ध के निर्माण के बाद उनके शिष्यों ने निर्वाणाണ് മരിച്ചതിന് ശേഷം निर्वाण के बाद उनके शिष्यों ने उनके शिक्षा का प्रसार किया. उनके द्वारा स्थापित मार्ग आगे चलकर बौद्ध धर्म कहलाए. तो बौद्ध धर्म സ്ഥാപിച്ചത് മഹാത്മാ ബുദ്ധാണ്. ആദ്യത്തെ പേര് എന്തായിരുന്നു? സിദ്ധാർത്ഥാണ്. അപ്പം ഈ ബോധഗയെന്ന് ആ വൃക്ഷത്തിൻ്റെ താഴെ ഇരുന്ന് ആ ഒരു ജ്ഞാനം കിട്ടിയതിന് ശേഷമാണ് പേര് വന്നത്? ഗൗതം महाबुद्ध. ओके, बौद्ध धर्म की स्थापना उन्होंने किया है.
वो क्या कह रहा है कि अहिंसा का സിദ്ധാന്ത देते हुए നമ്മളെ ഗാന്ധിജി ബുദ്ധൻ്റെ ഒരു ഫോളോവർ ആയിരുന്നു. ബുദ്ധനെ പറ്റിയിട്ടൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട് ഗാന്ധിജിക്ക്. ഓക്കെ, അപ്പം അഹിംസാ സിദ്ധാന്തം, ഒരാളെയും ഉപദ്രവിക്കാൻ പാടില്ല, നമുക്ക് ഒരാളെ ഉപദ്രവിക്കാൻ ഉള്ള അവകാശമില്ല. ആ ഒരു സിദ്ധാന്തത്തിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് എന്താ ബൗദ്ധധർമ്മം പ്രചരിക്കുന്നത്. അപ്പം ബൗദ്ധധർമ്മ ദൈവമായിട്ട് കണക്കാക്കാൻ പണ്ടേ ആർക്കും ഇഷ്ടമല്ല. നമ്മളിപ്പം കാണുന്നില്ലേ, നമ്മളിപ്പം ആൾദൈവന്മാർ എന്ന് പറയുന്നില്ലേ, അതേപോലെ ബുദ്ധന് അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ശിഷ്യന്മാർ ഈ അത്രയും നല്ല നല്ല ഉപദേശങ്ങൾ നൽകിയിട്ട് മെസ്സേജൊക്കെ നൽകുന്നതുകൊണ്ട് നമ്മളുടെ ഗൗതം ബുദ്ധൻ്റെ ഒരു പ്രതിമ ഉണ്ടാക്കി. അത് ജസ്റ്റ് പ്രതിമ ഉണ്ടാക്കി അതിനെ നമ്മൾ പൂജിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉन्होंने अहिंसा का सिद्धांत देते हुए सभी तरह की जीव हिंसा को गलत बताया. ഹിംസ അതൊരു ഉറുമ്പായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രാണി ആയിക്കോട്ടെ, അതിനൊന്നും നമുക്ക് കൊല്ലാനുള്ള അധികാരം ഇല്ല എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മൾ ഈ മീറ്റ് അതൊക്കെ കഴിക്കുന്നതും അതൊക്കെ എതിരാണ്. അവർക്കൊക്കെ അർഹതപ്പെട്ട ഈ ലോകമാണ്, നമുക്ക് മാത്രമല്ല. ഓക്കെ, അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ്. ഉनके निर्माण उनके मृत्यु के बाद उनके शिष्यों ने उनके शिक्षा का എന്തൊക്കെയായിരുന്നു തന്നത്, എന്തൊക്കെയാണ് പറഞ്ഞത്, അതൊക്കെ ലോകം മുഴുവനും, അതേപോലെ ബൗദ്ധധർമ്മം ഈ ലോകം മുഴുവനും പ്രചരിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ വൈഡല്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ നമുക്ക് ബൗദ്ധധർമ്മൻ്റെ കുറേ എന്താ പറയുക മ്യൂസിയമും അല്ലെങ്കിൽ എന്താ പറയുക കുറേ ആരാധനാലയങ്ങൾ എന്ന് പറയാൻ പറ്റൂല, ഒരു വലിയൊരു സ്ഥലം, അവിടെ ഇങ്ങനെ അനങ്ങാണ്ടിരുന്ന് ചിന്തിക്കാനുള്ള ഒരു സ്ഥലം, അങ്ങനെ പ്രതിമയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ के बाद उनके शिष्यों ने शिक्षा का प्रचार किया. उनके द्वारा जो स्थापित मार्ग है वो ആകെ ചൽക്കർ ബൗദ്ധ ധർമ്മ കഹലായ. ഒരിക്കലും തന്നെ പൂജിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. തൻ്റെ ഉപദേശങ്ങൾ എല്ലാവരും സ്വീകരിച്ചോട്ടെ എന്ന് മാത്രമേ ഗൗതം ബുദ്ധ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതേ ഒരു ഫോളോവറാണ് സാമ്രാട്ട് അശോക് ने भी इसी धर्म की दीक्षा ली थी. അശോക് മുഗൾ സാമ്രാജ്ഞനാണ് അശോക് ചക്രവർത്തി. उन्होंने भी क्या है ये बौद्ध धर्म की दीक्षा ली थी. यह धर्म तेजी से देश दुनिया में फैला. ഈ ധർമ്മം ഈ ഒരു തിങ്കിങ് നമ്മൾ കുറേ കഴിഞ്ഞ ക്ലാസ്സിൽ ആ 4 സത്യങ്ങളെ പറ്റിയിട്ടും എന്തൊക്കെയാണ് നമുക്ക് സങ്കടം ഉണ്ടാവേണ്ട കാരണങ്ങൾ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നെന്താ പറയുന്നത്, നമുക്ക് അതിയായ ആഗ്രഹങ്ങളൊന്നും പാടില്ല. അതിയായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സങ്കടം വരിക. അപ്പോൾ അത് ആദ്യം ത്യജിച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് മതി, നമുക്ക് ജീവിക്കാനുള്ള മതി, അല്ലെങ്കിൽ അധികം വേണ്ടാന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ ഇത്ര സ്നേഹിക്കണം എന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ വലിയൊരു ന്യൂട്രലായിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വലിയൊരു സങ്കടം വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അശോക് ഫോളോവറാണ്. गौतम बुद्ध ने बौद्ध धर्म और दर्शन की स्थापना की. उनका जन्म यादरिया लुम्बिनी के कपिलवस्तु में हुआ था, जो कि अब नेपाल में है. കപിലവസ്തു ലുംബിനിയിലെ കപിലവസ്തുവിലാണ് ഗൗതം ബുദ്ധ ജനിച്ചത്. और वह क्या है जो अब नेपाल में है. അപ്പോൾ ഇതാണ് ഗൗതം ബുദ്ധനെ പറ്റിയിട്ട് ഉള്ളൊരു ചെറിയ ബ്രീഫ്. നമ്മൾ ആദ്യം എടുത്തു കഴിഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് ക്ലിയർ ചെയ്യാം.